ശരീരത്തിനെയും മനസ്സിനെയും സ്നേഹിക്കാൻ പഠിച്ചാൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കാം. ശരീരത്തിൻ്റെ വിശപ്പ് അത് മാറ്റാൻ ഭക്ഷണം ആവശ്യമാണ്. അപ്പം നമ്മുടെ മുന്നിൽ നല്ല ഭക്ഷണമുണ്ട്, ചീത്ത ഭക്ഷണങ്ങളുണ്ട്, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാറുണ്ട്, ആവശ്യത്തിന് കഴിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്കറിയാം ശരീരത്തിന് ആവശ്യമുള്ളത് നല്ല ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിക്കലാണ് എന്നറിയാം. അറിഞ്ഞിട്ട് കൂടി നമ്മൾ കൂടുതൽ കഴിച്ച് നമ്മുടെ ശരീരത്തിന് തളർത്താറുണ്ട്. അത് ചെയ്യുന്നത് നമ്മളാണ്. അതോടൊപ്പം തന്നെ മനസ്സിനും എന്താവശ്യമുണ്ട്? ഭക്ഷണം ആവശ്യമുണ്ട്. മനസ്സിൻ്റെ ഭക്ഷണം എന്താ? അതിന് നല്ലൊരു എനർജി കൊടുക്കുക എന്നുള്ളതാണ്. തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതെന്തോ, കേൾക്കുന്നതെന്തോ, അതോടൊപ്പം തന്നെ രുചിക്കുന്നതെന്തോ, അനുഭവിച്ചറിയുന്നതെന്തോ അതെല്ലാം നല്ലതായി കഴിഞ്ഞാൽ അപ്പോൾ ചുറ്റുപാടിൽ എന്തുണ്ടാവും? നല്ല വാക്കുകളുണ്ടാവും, ചീത്ത വാക്കുകളുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, നല്ലത് പറയുന്നവരുണ്ടാവും, ചീത്ത പറയുന്നവരുണ്ടാവും. ഇതിൻ്റെ അകത്ത് നിന്നെല്ലാം നമുക്ക് എന്താണോ ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ അതിനെ ഉൾക്കൊള്ളാനും ബാക്കിയുള്ള ആളുകളെ ഭംഗിയായി അവഗണിച്ച് ഒഴിവാക്കാനും നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മനസ്സിൻ്റെ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞാലോ മനസ്സിന് നല്ല ആരോഗ്യം ഉണ്ടാവും. മനസ്സിന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിലോ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ഉണ്ടാകുമ്പോഴാണ് നല്ല ആരോഗ്യമുള്ള ജീവിതം നമുക്കുണ്ടാവുക. മനസ്സിന് എന്തെങ്കിലും മുറിവേറ്റ് കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കൽ അത്യാവശ്യമാണ്. അത് മാറ്റിയെടുത്തിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെയും ബാധിക്കും, മനസ്സിനെയും ബാധിക്കും.